അമേരിക്കൻ മലയാളികൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. ഹൂസ്റ്റണിൽ നമ്മുടെ KP ജോർജ് തോറ്റു, പിന്നെ ജഡ്ജ് ജൂലി മാത്യൂസ് തോറ്റു. അങ്ങനെ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാലമായിരിക്കുന്നു. ഇനി മറ്റൊരു ജഡ്ജി സുരേന്ദ്രൻ പട്ടേൽ, അദ്ദേഹത്തിന് പ്രൈമറിയിൽ എതിരില്ലായിരുന്നു, ഡെമോക്രാറ്റ്. പക്ഷേ ഒരു ഇന്ത്യക്കാരി ആഷാ റെഡ്ഡി എന്ന മറ്റോ ഇന്ത്യക്കാരി റിപ്പബ്ലിക്കനായിട്ട് അവിടെ വിജയിച്ചിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലാണ് പിന്നെ നവംബറിൽ ഇലക്ഷൻ നടക്കുക. അപ്പം ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ജയിച്ചാൽ പിന്നെ അയാളെ പാരവെക്കാനായിട്ട് ഒരു ഇന്ത്യക്കാരൻ വരിക എന്നുള്ളത് സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, ഈയിടയ്ക്കുള്ള നമുക്ക് 6 കോൺഗ്രസ് അംഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കാലിഫോർണിയയിൽ നിന്നുള്ള റോക്ക് ഹെന്നയാണ്. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഒരു കക്ഷി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ പ്രൈമറിയിൽ മത്സരിക്കാനായിട്ട് ഒരു ഇന്ത്യക്കാരൻ തന്നെ. എന്താ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റേറിയൻ, ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടും ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടുകയും ചെയ്യുന്ന വ്യക്തി. അപ്പോൾ അങ്ങേർക്കിട്ട് പാരവെക്കാനായിട്ട് നമ്മുടെ ആളുകൾ പോയിരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഒരു തനി സ്വഭാവം. ഇപ്പം ഒരാൾ രക്ഷപ്പെടുന്നത്, മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ രക്ഷപ്പെടുന്നത് നമുക്ക് ആർക്കും സഹിക്കില്ല. അവർ നമ്മളെപ്പോലെ തന്നെ കിടന്നോണം. അവർ ഒരു രീതിയിലും മുന്നോട്ട് പോകരുത്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നെങ്കിൽ അത് സമ്മതിക്കില്ല. അപ്പോൾ ഇതിപ്പം ഇന്ത്യക്കാരുടെയോ അല്ലെങ്കിൽ മലയാളികളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് എന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. എങ്ങനെ നമ്മുടെ ഒരാൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ പാരവെക്കാം, അയക്കിട്ടൊരു പണി കൊടുക്കാം, അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആളുകളെ തന്നെ നിർത്താം. ഇതൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈയിടയ്ക്ക് ഞാൻ ഓർക്കുക, നമ്മുടെ BJPയുടെ പിന്നെ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത്, ഈ ജോസ് കെ മാണി ഒരു കാരണവശാലും പാലായിൽ ജയിക്കുകയില്ല. അതിന് അദ്ദേഹം പറയുന്ന കാരണം അതാണ്, ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ്. ഏതാണ്ട് 20,000-ഓളം മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അവരാരും ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യത്തില്ല. കാരണം അവർ എല്ലായിടത്തും ഈ സ്ട്രാറ്റജിക് വോട്ടിംഗ്, അതായത് അവർക്ക് അനുകൂലമല്ലാത്ത ഒരാൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനിൽ വോട്ട് ചെയ്യും. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പണ്ട് K മുരളീധരൻ വേറൊരു കക്ഷിയുടെ നേതാവായിട്ട് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അന്ന് മുസ്ലിങ്ങൾ ജയിക്കുമെന്നൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ജയിച്ചില്ല, വളരെ ചുരുങ്ങിയ വോട്ടായിപ്പോയി. അപ്പോൾ അന്നും പറഞ്ഞത്, മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്കേ വോട്ട് ചെയ്യുള്ളൂ, ആ സ്ഥാനാർത്ഥിക്കേ വോട്ട് ചെയ്യുള്ളൂ. അത് കറുത്ത വർഗ്ഗക്കാരും അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരെല്ലാവരും അയക്ക് വോട്ട് ചെയ്യും, അയാളുടെ പാർട്ടി നോക്കത്തില്ല. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെ നമുക്ക് പാരവെക്കാൻ കഴിയുമോ അങ്ങനെ നമ്മൾ പാരവെക്കാനായിട്ട് നോക്കും. ഏതൊക്കെ രീതിയിൽ പാരവെക്കാൻ പറ്റുമോ. ഇപ്പോൾ KP ജോർജ് വിജയിച്ചതിന് ശേഷം നമുക്കറിയാം, ഈ മലയാളികൾക്കിടയിൽ അത്രയും ഉയർന്ന സ്ഥാനത്തെത്തിയ വേറൊരാളില്ല. അപ്പോൾ അത്രയും ഉയർന്ന ഒരു സ്ഥാനത്തെത്തിയ വ്യക്തി, അദ്ദേഹത്തിനെതിരെ നാനാവിധമായ ആക്ഷേപങ്ങൾ വരുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ എത്രയോ ഖേദകരമാണെന്ന് തോന്നിപ്പോയി. ഇപ്പം ഇങ്ങേര് ജയിച്ചുകൊണ്ട് എനിക്കെന്താ ഗുണം, അല്ലെങ്കിൽ നിങ്ങൾക്കെന്താ ഗുണം? ആർക്കും ഒരു ഗുണമില്ല. പക്ഷേ നമ്മുടെ സമൂഹം അതിൽ എംപവർ ചെയ്യുകയാണ്, ശാക്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തുകാരായി മാറുകയാണ് ചെയ്യുന്നത്, അതിന് സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ഇവർ KP ജോർജ് ജയിച്ചുകൊണ്ട് എനിക്കെന്താ കിട്ടുന്നത്? 10 പൈസയുടെ പ്രയോജനം നമുക്കുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്? ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്ന നേട്ടം, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, നമ്മുടെ ആ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി. അപ്പോൾ KP ജോർജിനെതിരെ ആക്ഷേപങ്ങൾ വന്ന് അദ്ദേഹം ഡെമോക്രാറ്റായിട്ടാണ് 2 തവണ ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ അനാവശ്യമായ കേസുകൾ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ ഡെമോക്രാറ്റിക് പാർട്ടി ആ ഹൂസ്റ്റൺ മേഖലയിൽ ഒരു വിഭാഗം ആളുകളുടെ കയ്യിലാണ് അതിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞസന്മാർ, പുതിയ ആളുകൾ വരുന്നത് അവർ സഹിക്കുകയില്ല. അതാണ് സംഭവിച്ചത്. അപ്പം KP ജോർജ് ഒരു അപ്സ്റ്റാർട്ടായിട്ട് വേറൊരു സമൂഹത്തിൽ നിന്ന് അയാൾ വിജയിച്ചു വന്നു. അപ്പോൾ പിന്നെ ഈ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന കുഞ്ഞസന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ കൂടി ഇങ്ങനെതിരെ ഒരുതരം ആവശ്യമില്ലാത്തൊരു ഇല്ലാത്ത കേസ് അവരുടെ സ്വന്തം പാർട്ടിക്കാരനാണ് കേസ് എടുത്തു ഡിസ്ട്രിക്ട് അറ്റോർണി. അപ്പോൾ അതിൽ മനം മടുത്ത് ഉള്ളിയൊരു സഹികെട്ടാണ് അങ്ങേര് പാർട്ടി മാറിയത്. പാർട്ടി മാറി അവിടെ ചെന്നാൽ നമുക്കറിയാം, അങ്ങനെ പെട്ടെന്ന് പാർട്ടി മാറിയാലൊന്നും രക്ഷപ്പെട്ടില്ല. അവിടെ ചെന്ന വോട്ട് ഏറ്റവും ചുരുങ്ങിയ വോട്ടാണ് കിട്ടിയത്. ഇനി ജയിക്കാൻ പോകുന്നത് ചൈനീസ് വംശജരാണെന്ന് തോന്നുന്നു. ഷുഗർലാൻഡിലെ കൗൺസിലറായിരുന്ന ഡാനിയൽ വോങ്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ആളുകൾക്ക് പിന്നിൽ നമ്മൾ അണിനിരന്നില്ലെങ്കിൽ പിന്നെ ആര് അണിനിരക്കും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും? അപ്പോൾ തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ട സമയമായി. നമ്മുടെ ആളുകൾക്ക് പിന്നിൽ അവർ റിപ്പബ്ലിക്കനോ ഡെമോക്രാറ്റോ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ആളുകൾ ജയിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാലും ചില സമയങ്ങളുണ്ട്, ചില സാമൂഹ്യ വിരുദ്ധ ഐഡിയാസിനെ തുണയ്ക്കുന്ന ആളുകൾ ഉന്നത സ്ഥാനങ്ങളിൽ വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എങ്കിൽ കൂടി കഴിയുന്നതും
നമ്മുടെ ആളുകൾ എവിടെയൊക്കെ നിൽക്കുന്നു അവിടെ നമ്മുടെ ആളുകളെ ജയിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കണം. അവരുടെ പിന്നിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. കാരണം ഈ രാജ്യത്ത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ്.